നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാൽമനെയാണ് കേട്ടോ. ഇന്ന് 2026 മാർച്ച് മാസം 24 ചൊവ്വാഴ്ച, കൊല്ലവർഷം 1201 മീനമാസം 10-ാം തീയതി. ഇന്നത്തെ സൂര്യോദയം 6:15 സൂര്യാസ്തമയം 6:18 കേട്ടോ. ഇന്ന് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി തിഥിയാണ്. അതുപോലെ തന്നെ രോഹിണി നാളാണ്. മാർച്ച് 23 രാത്രി 8:49 രോഹിണി നാൾ തുടങ്ങി. മാർച്ച് 24 ഇന്ന് വൈകുന്നേരം 7:04 വരെയാണ് രോഹിണി നാൾ. രോഹിണി നാളുകാർക്ക് പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ളൊരു ദിവസം ആണ് ഇന്ന്. പൊതുവേ പല മടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടക്കുന്നൊരു ദിവസമാണെങ്കിൽ കൂടി ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാവാം, മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് ഇന്ന്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു അസ്ഥിരത, സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നുന്നൊരു ദിവസം കൂടിയാണ് ഇന്ന്. എന്നാലും വിഷ്ണു ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തി യോഗക്ഷമ സൂക്ത അർച്ചന, വിഷ്ണു സഹസ്രനാമ അർച്ചന, ഭാഗ്യസൂക്ത നെയ്വിളക്കൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇന്ന് ഷഷ്ടി ആവുന്നതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി പൂജ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂട്ടുപായസം, അതുപോലെ തന്നെ ചെമ്പരത്തിമാല, അതുപോലെ തന്നെ പട്ടുചാർത്തൽ ഒക്കെ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി, നല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരു ഗുണ അനുഭവങ്ങൾ കിട്ടുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അങ്ങനെ ദർശനമൊക്കെ നടത്തി നന്നായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഭയങ്കാവ് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു, തിരൂർ ഭയങ്കാവ് ക്ഷേത്രത്തിൽ. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. മലപ്പുറം തിരൂർ ഭാഗത്തുള്ള പുറത്തൂരുള്ള ഭയങ്കാവ് ക്ഷേത്രത്തിലെ വിശദാംശങ്ങളാണ്. ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരും അവിടുത്തെ പോയി ദർശനമൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലോ ഒക്കെ വിശേഷങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യൂ. യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യൂ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ.